ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻവാസ് അറ്റ് മാൻവാ. സെറ്റിൽ അത് യുവാനാണ്. കടന്നു വരെ യുവാൻ. നിങ്ങളെ ഒരു കുട്ടി കാണണമെന്ന് പറയുന്നു. കുട്ടിയോ? അവിടെ നമ്മുടെ MC. ഹലോ സെറ്റിൽ, എനിക്ക് മാൻഹോയിൽ ജോയിൻ ചെയ്യണം. മാൻഹോയിലോ? യുവാൻ, നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നമ്മൾ ആരെയും ഇപ്പം മാൻഹോയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്നുള്ള കാര്യം? പറഞ്ഞു, പക്ഷേ അവൻ നിങ്ങളെ കാണുന്ന നിർബന്ധം പിടിച്ചപ്പോൾ നമ്മുടെ MC ആണെങ്കിൽ അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുറമെ ചിരിക്കുവാണെങ്കിൽ അകത്ത് അവൻ വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതറിയണമെങ്കിൽ നമുക്ക് കുറച്ച് പുറകോട്ട് പോകണം. അവിടെ നമ്മുടെ MC ആണ് വളരെ ആവശ്യമായിട്ട് വടിയും കുത്തി മൺഹയുടെ മുമ്പിൽ എത്തുന്നു. ആ മണ്ടന്മാർ ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞ വഴി അത്ര ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തി ഒടുവിൽ. അതും പറഞ്ഞുകൊണ്ട് MC ആണ് മൺഹ കയറാൻ പോകുന്നു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ MC ഒടുവിൽ മൺഹയുടെ മണ്ടയിലെത്തി. പക്ഷേ അവിടുത്തെ കാഴ്ച കൊണ്ട് MC ആണ് ഞെട്ടുന്നു. അതവിടെ പോയി മൺഹോസിന്റെ സൈൻ ബോർഡ് അവിടെ പോയി. എല്ലാ ദിവസവും സീനിയർ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആ സൈൻ ബോർഡ് ആരാ അവിടെ? ഓ, ഇതൊരു ചെറിയ പയ്യാണല്ലോ. നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നേ? നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കയറി വന്നു? അത് MC മനസ്സിൽ ചുമ്മാ കയറി വന്നു. നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിവിടെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണോ? അതെ. ഓ, അപ്പം മൺഹസറ്റ് പൂർണ്ണമായും തകർന്നില്ലല്ലേ? ഇപ്പോൾ തൽക്കാലത്തേക്ക് കയറുക. സോറി, ഇപ്പം ഞങ്ങൾ ആരെയും മൺഹയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇറങ്ങി പോകാനും പറ്റില്ല. അപ്പോൾ ഇന്നൊരു ദിവസം ഗസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് നാളെ പോകാം. MC അകത്തേക്ക് വെച്ചപ്പോൾ വീണ്ടും ഞെട്ടുന്നു. ഇവിടുത്തെ മണ്ണ്, ആ മാർബിളിട്ട ഫ്ലോറിനൊക്കെ എന്ത് സംഭവിച്ചു? MC സ്വയം ആശ്വസിപ്പിക്കാൻ വേണ്ടി, കണ്ടോ, കുഴപ്പമില്ല, ചിലപ്പം പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ അത് എടുത്ത് വിറ്റ് കാണും. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്ത് പറ്റി? ഒന്നുമില്ല, ട്രെയിനിങ് ഗ്രൗണ്ട് വളരെ വലുതാണല്ലോ. അതെയോ? നടന്നു വന്നു. എന്നിട്ട് വീണ്ടും MC ഞെട്ടുന്നു. ഹെല്ലി ഗോൾഡ് പാർസ്, അതിനെന്ത് പറ്റി? അതവിടെ ഇല്ലല്ലോ. അവിടെ എന്തോ മിസ്സാകുന്ന പോലെയല്ലേ? അവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഓ, കാണുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവില്ലേ? അവിടെ നേരത്തെ ഒരു പാലസ് ഉണ്ടായിരുന്നു. എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. യുവാനാണെങ്കിൽ കുറച്ച് പ്രൗഡായിട്ട്, ഇത് നിന്റെ പ്രായത്തിലുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല, പക്ഷെ അതൊരു പാരമ്പര്യത്തിന്റെ മുഖമാണ്. പാരമ്പര്യം കുന്തമാണ്. എന്താ? ഒന്നുമില്ല, വരൂ ഇതുവഴി. യെസ്, ഇത് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. തകരാറായ സെറ്റ് ഇങ്ങനെ നിലനിർത്തി പോകുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും. അവരെ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് യുവാൻ ടെമ്പിൾ. ഓ, ഇതിപ്പോഴും ഉണ്ടല്ലേ? അകത്തേക്ക് കയറി ചെന്ന ആൻസിസ്റ്റേഴ്സിന് റെസ്പെക്ട് ചെയ്യൂ. ശരി, വെയിറ്റ്, അവിടെ ഇല്ലല്ലോ. ഗോൾഡൻ ക്യാൻഡിൽസ് വെക്കും, ഹാങ്ങിങ് സ്കോളും ഗോൾഡൻ പ്ലേറ്റിംഗ് ഡെക്കറേഷനും, അതൊന്നും ഇവിടെ ഇല്ലല്ലോ. എല്ലാത്തിനും ഉപരി എവിടെ പോയി? ആ ഫ്ലവർ അവിടെ പോയി. ഫ്ലവറോ? അതെ, ആ ഫ്ലവർ അവിടെ പോയി. അത് നിനക്ക് എങ്ങനെ അറിയാം? നേരത്തെ ഇവിടെ ഒരു സ്ട്രേഞ്ച് വൈറ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. അത് തന്നെ, അതവിടെ പോയി. അത് ഞങ്ങൾ വിറ്റു. അല്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത് ഈ ടെമ്പിളിന് അത്ര സ്യൂട്ടാകുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മെർച്ചൻ്റ് വന്ന് ചോദിച്ചപ്പോൾ വിറ്റു. MC ആണ് ഇത് കേട്ട് ഞെട്ടിയിട്ട് അവിടെ നിന്ന് ഇരുന്ന് പോയി. സാഹു, മൺഹ സെറ്റ് ശരിക്കും തകർന്നു. മൺഹ സെറ്റിലെ 2 സാക്രഡ് ട്രഷേഴ്സിൽ ഒന്നാണത്. പക്ഷേ ഈ മണ്ടന്മാർ അത് വിറ്റു. ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ സ്ഥിതി മോശം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് ഞാൻ അവിടെ ജോയിൻ ചെയ്യണം. എന്നിട്ട് MC മുട്ടുകുത്തി തല താത്തി, എന്നെ ദേവി ചെയ്ത് മൺഹ സെറ്റിൽ ചേർക്കണം. എന്നെ സെറ്റിലിൽ നിന്ന് മീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെ പ്രസന്റ് ടൈമിലേക്ക് വന്നു. അവിടെ നമ്മുടെ MC യുവാനും സെറ്റിലിൽ നിൽക്കുന്നു. മൺഹ സെറ്റിൽ ജോയിൻ ചെയ്യണം അല്ലേ? എനിക്ക് മൺഹ സെറ്റിലെ കാര്യങ്ങൾ ഇപ്പം അറിയാലോ? അതെ, അറിയാം. എനിക്കറിയാം. സെറ്റിൽ പെട്ടെന്നൊന്നും എന്നെ മൺഹ സെറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ അതിനെല്ലാം ഞാൻ ഒരു പ്ലാൻ കരുതി വെച്ചിട്ടുണ്ട്. മിഡിൽ വാറിൽ കാണാതെ പോയ ജോജിൻ ഒരിക്കൽ മലയിൽ വീഴുന്നു. അതുപോലെ നടന്നുപോയ മരവെട്ടുകാരനാണെങ്കിൽ ജോജിനെ എടുത്ത് സഹായിക്കുന്നു, മുറിവുകൾ ചികിത്സിക്കുന്നു. ഇതിന് പ്രത്യുപകാരമായിട്ട് ജോജിൻ മരവെട്ടുകാരനെ മൺഹയിലെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയും പുള്ളിനെ ഡിസിപ്ലിൻ ആക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ മരവെട്ടുകാരൻ്റെ ഗ്രാൻഡ് സൺ. ഇതാണ് എൻ്റെ പ്ലാൻ. ഇത് പെർഫെക്റ്റ് ആണ്. ഈ വഴി എനിക്ക് സെറ്റിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് സെറ്റിലിൻ്റെ അതേ ഒരു പൊസിഷൻ തന്നെ കിട്ടും. ശരി, പെട്ടെന്ന് എന്നെ രജിസ്റ്റർ ചെയ്യുക. എൻ്റെ കാരണം ചോദിക്കുക. ഞാൻ നിൻ്റെ സെറ്റിലേക്കുള്ള എൻട്രി അപ്രൂവ് ചെയ്യുന്നു. എന്ത്? നിനക്ക് സെറ്റിലായിട്ട് ജോയിൻ ചെയ്യാൻ അത്രയൊക്കെ ആഗ്രഹമാണെങ്കിൽ ജോയിൻ ചെയ്യുന്നു. സെറ്റിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ആരെയും സെറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന കാര്യം? ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. ചിലപ്പം ഇത് ഡെസ്റ്റിനി ആയിരിക്കും. നിങ്ങൾ കുറച്ചെങ്കിലും സംശയം കാണിക്കണം. പരിചയമില്ലാത്ത ആരെങ്കിലും സെറ്റിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി എന്ത് റീസൺ ആയാലും സെറ്റിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ തേടി വന്നു. നമ്മൾ ഒരു സഹായം തേടി വരുന്ന ഒരു മൃഗങ്ങളെ പോലും കൈവിടില്ല. അങ്ങനെ ഉള്ളപ്പം നമ്മൾ ഈ സെറ്റിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ കൈവിടുന്നത്? ഇവന് താമസത്തരവും എൻട്രൻസ് സെറമണിക്കുള്ള കാര്യങ്ങളും തയ്യാറാക്കുക. യെസ്, ഞാൻ ഇപ്പം തന്നെ തയ്യാറാക്കാം. നോ, അങ്ങനെയാണ് എൻ്റെ പൊസിഷൻ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ MC ആണ് 3rd റൗണ്ട് ഡിസിപ്ലിൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. ഇനി എൻ്റെ ജീവിതം. എന്തായാലും ഇതേതോ സ്ഥലം? ഇതൊക്കെ ഗസ്റ്റിനൊക്കെ താമസിക്കാനുള്ള റൂമല്ലായിരുന്നോ? ഇത് സ്ട്രേഞ്ച് ആണ്. മൗണ്ട് ചേരാനുള്ള ഡിസിപ്പിൾസ് താമസിക്കുന്ന സ്ഥലം ഇതാണോ? സാധാരണയായിട്ട് മൗണ്ട് ജോയിൻ ചെയ്യുന്ന ഡിസിപ്പിൾസ് അവരുടെ ടീച്ചറിൻ്റെ ഒപ്പമാണ് താമസിക്കാറ്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള റൂമിലൊക്കെ ആൾക്കാരുണ്ടോ? MC അതും പറഞ്ഞുകൊണ്ടാണെങ്കിൽ അടുത്തുള്ള റൂം ഇങ്ങനെ പതിയെ തുറന്നു നോക്കി. അപ്പം ആരവിടെ? MC തിരിഞ്ഞു നോക്കിയപ്പോൾ, നീ ഇതിന് എൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? നീ ഒരു കപ്പലാണോ? ഈ ബഹളം കേട്ട അടുത്തുള്ള ബെറിയിലെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു. ഗുൽ, എന്ത് സംഭവിച്ചു? ഈ ചെക്കൻ എൻ്റെ
മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി. ഓ, ഇതുപോലെയുള്ള ദുരിതങ്ങളിലൂടെ എനിക്ക് പോകേണ്ടി വന്നല്ലോ. എന്താ ഇവിടെ ഇത്ര ബഹളം? ഇത് ട്രെയിനിങ് ഉള്ള സമയമാണ്, എന്നിട്ട് നിങ്ങളിവിടെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം ഗ്രേറ്റ് സാസുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാസ്റ്ററിന്റെ ജൂനിയർ. നീ എന്റെ പേര് ചൂമിയും. ഓ, നീ ആയിരിക്കും ആ വൈറ്റ് പ്ലം ബ്ലോസം ബോർഡിംഗ് ഹൗസ് പുതിയതായിട്ട് വന്നത്. ഇത് ഇത്ര താമസിച്ചുകൊണ്ട് നിനക്കൊന്ന് റെസ്റ്റ് എടുക്കാം. പക്ഷെ നാളെ തൊട്ട് നീ ജോയിൻ ചെയ്യണം ട്രെയിനിങ്ങിൽ. ബാക്കി എല്ലാവരും എന്റെ പുറകെ വരൂ. യെസ് സാർ. അതും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോയി. മറ്റേ ഹെയർ ആണെങ്കിൽ അവനെ നോക്കിയിട്ട്, ഹേയ്, ഞാൻ നിന്നെ വന്നിട്ട് കണ്ടോളാം. ഈ വാർണിംഗ് കേട്ടാണെങ്കിൽ നമ്മുടെ MC ആണെങ്കിൽ, ശരി, നിങ്ങളെല്ലാം എൻ്റെ മോഹ സെറ്റിന്റെ കൊച്ചു പിൻഗാമികളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ തന്നെ ഞാൻ തരണം. പക്ഷേ എൻ്റെ ശ്രദ്ധ മറ്റുള്ളവരെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതെൻ്റെ കുഴപ്പമില്ലല്ലോ. രാത്രി അവർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അഴിച്ചുമാറ്റം? എന്തഴിച്ചു മാറ്റം? ധരിച്ചേക്കുന്ന എല്ലാം അഴിച്ചു മാറ്റേ? ഇങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. നീ ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റുക, എൻ്റെ ഡാൻസ് കളിക്കുക, എന്നിട്ട് ഞങ്ങളുടെ നിന്ന് കുറച്ച് തല്ലൊക്കെ വാങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് നിന്റെ സീനിയേഴ്സിനെ കൂടുതൽ അറിയാൻ സാധിക്കും. പെട്ടെന്ന് എനിക്കൊരു കാര്യം ചോദിക്കണം. ബോർഡിംഗ് ഹൗസ് അഡ്വൈസർ യൂഗും അയാളവിടെ? അഡ്വൈസർ രാത്രിയൊന്നും ട്രെയിൻ ചെയ്യിക്കില്ല. ഈ പയ്യന് പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സ് മാറ്റി. നമ്മൾ ആദ്യം തന്നെ തല്ലിന്ന് തുടങ്ങാം. സാങ്ക്യൂ. എന്ത്? തലയൊന്ന് ചെറുതാക്കൊന്ന് ചിരിച്ചേ. എന്താ? ഇതും പറഞ്ഞുകൊണ്ട് MC ആണ് കൈ ചുരുട്ടി സാഹുവിന്റെ നേരെ ഒറ്റയിടി. സാഹുവാണ് പറന്ന് റൂഫിൽ തറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാണെങ്കിൽ ആ സീനിയേഴ്സ് എല്ലാം ഞെട്ടി നിൽക്കുന്നു. അപ്പം നമുക്ക് തല്ലിന്ന് തന്നെ തുടങ്ങാല്ലേ? ഇതെല്ലാം കഴിഞ്ഞ ശേഷം MC മുമ്പിലാണ് ആ സീനിയേഴ്സ് എല്ലാം തല ഒന്നിച്ച് നിൽക്കുന്നു. സാഹ്യും യൂഞ്ചും ആ മസാജ് കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാനുണ്ട്. നിങ്ങളൊരു ഗ്രേറ്റ് സാഹു ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പ്രത്യേക പരിഗണന നൽകുന്നത്. പിന്നെ നീ സാഹുവും ജോഗുൽ ഇവിടെ നിന്ന് വന്നേ. ഞാൻ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. എനിക്ക് മനുഹോലെ സിറ്റുവേഷൻ അത്ര കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ എനിക്കൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. യെസ് സാഞ്ജയ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഹെവിലി ഗോൾഡൻ പാലസ് അതിനെന്ത് പറ്റി? പിന്നെ മനുഹോ സെറ്റ് ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം എന്താ? അത് സാർ സഞ്ജയ്, നിങ്ങൾക്ക് പ്ലം ബ്ലോസം സോർട്സിൻ്റെ ആരാ നടത്തില്ലേ? അറിയാൻ അത് ഞാനല്ലേ? അങ്ങനെ സീനിയേഴ്സ് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ പ്ലം ബ്ലോസം സോർട്സിൻ്റെ ആണെങ്കിൽ ഹെവൻലി ഡീമൻ ജൂമേനെ തോപ്പിക്കുന്നതിൽ മേജർ പാർട്ടായിരുന്നു. പക്ഷേ അയാളെ തോപ്പിച്ച ശേഷമാണെങ്കിൽ ഹെവൻലി ഡീമൻ എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് പേരാണെങ്കിൽ മൗഹ സെറ്റിലേക്ക് കടന്നു കയറി അവിടെ തീയിട്ടു. അതുകൊണ്ടുണ്ടായ മുറികളിൽ നിന്ന് മൗൻഹോയ്ക്ക് പണ്ടത്തെ ആ പവറൊന്നുമില്ല. അതിനർത്ഥം ഈ മൗൻഹോ ഇങ്ങനെ ആകാൻ കാരണം ഞാനാണോ? ഞാൻ എൻ്റെ ജീവിതം വേർക്കുന്നു. എൻ്റെ പാസ്റ്റാണ് കാണിക്കുന്നത്. ഈ ടായി ഫ്ലൂമോസോ ടെക്നിക്ക് അതിന് അത്ര പവറില്ല. പിന്നെ ടോയിസ്റ്റിക്ക് അസ്പെക്റ്റും ഇല്ല. അപ്പം ഇത് മൗൻഹോനെ റിമൂവ് ചെയ്യുന്നതല്ലേ നല്ലത്? നിനക്ക് എന്ത് തോന്നുന്നു സഞ്ജയ്? ആ സോർട്ട് ടെക്നിക്ക് അത്ര ഉപകാരമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് എടുത്തു കളയാം. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ടല്ലോ. ഇത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ബാക്കി വെച്ചാണ്. അങ്ങനെയാണ് നമുക്ക് അത് ആദ്യം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് ലൈബ്രറിയിൽ നിന്ന് റിമൂവ് ചെയ്യാം. അത് നല്ല ഐഡിയ. അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ നിന്നെ വിളിച്ചതൊന്നും പറയാൻ വേണ്ടിയല്ല. നിനക്ക് ഡിസിപ്ലിനെ ടേക്ക് ചെയ്യാനുള്ള സമയമായില്ലേ? അപ്പം നീ എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നത്? ഓ അതോ? ആദ്യം ഞാൻ അവരെ മരിക്കാറാകുന്നവരെ തല്ലും. അങ്ങനെ അവരെ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ വരും ചെയ്യും എൻ്റെ പ്രസന്റിലേക്ക്. അതിനുശേഷം സാഹിയും ജിയാങ്ങും എൻ്റെ അടുത്ത് ഡിസിബിൾസിനെ ടേക്ക് ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സാർ സഞ്ജയ്, എന്നെ അത്ര ഫോർമലായിട്ടൊന്നും അഡ്രസ് ചെയ്യണ്ട. യെസ് സാർ. സഞ്ജയ്, നിങ്ങളെ ബോർഡിംഗ് ഹൗസ് അഡ്വൈസർ യൂഗൻ വിളിക്കുന്നു. ഇന്ന് തൊട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അവിടെ കാണിക്കുന്നത് മൗൻഹോയിലെ ഡിസിബിൾസിനെ ആണെങ്കിൽ ഒരു സീനിയർ പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാം നോക്കിയത് നമ്മുടെ സീനിയറും യൂഗും. ഏത് തരം സോ ടെക്നിക്കാണ്? ഓ അതോ? കിലിബറിൻ സോ ടെക്നിക്ക്. മൗൻഹോയിലെ ഫണ്ടമെന്റൽ ആയ ഒരു സോ ടെക്നിക്കാണത്. മൗൻഹോയിലെ ഫണ്ടമെന്റൽ സോ ടെക്നിക്കോ? ഈ മണ്ടന്മാരെന്താ പറയുന്നത്? ഇത് ഡിസിബിൾസിനെ വളരുന്നതിന് തടയുന്നതല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. പിന്നെ ഇതവരെ ആൽഫബറ്റിക്ക് വളരെ പാടായ രീതിയിൽ പഠിപ്പിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് അവർ സ്ട്രോങ് ഒക്കെ ആവും. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രം. പിന്നെ ഇവര് പഠിപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ ഒന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തുകൂടായിരുന്നു. MC ആകാശത്തേക്ക് നോക്കിയിട്ട്, ആകാശം ക്ലിയർ ആണല്ലോ, മേഘമൊന്നുമില്ല, മൗൻഹോയുടെ ഫ്യൂച്ചർ പോലെ തന്നെ. എനിക്കറിയില്ല എവിടെ തുടങ്ങുന്നതെന്ന്. സാങ്ക്യൂ. യെസ്. നിങ്ങൾ വേറെ എന്തൊക്കെ ടെക്നിക്കാണ് പഠിച്ചേക്കുന്നത്? ഓ അതോ? ഞങ്ങൾ ഈക്വിലിബ്രിയം പഠിച്ച ശേഷം 7 സേജസ് സോ ടെക്നിക്ക് പഠിച്ചു. ഗ്രാജുവേറ്റ് ആയ ശേഷം ഞങ്ങൾ എസർക്യൂം സോ ടെക്നിക്ക്. പിന്നെ ഇതെല്ലാം ലേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ മൗൻഹോയുടെ സാക്രേ ടെക്നിക്കായ ടൈ ഫ്ലൂമോസ് സോ ടെക്നിക്ക്. എന്താ? അണ്ടർ MC ആണ് പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സീനിയർ. ഇതെല്ലാം നമ്മൾ പറഞ്ഞേ. പക്ഷേ ഇവർ പഠിക്കുന്നത് ഈ സോ ടെക്നിക്കാണോ? അപ്പം 24 മൂവ്മെന്റ് പ്ലം ബ്ലോസം സോ ടെക്നിക്ക് എന്ത് പറ്റി? രാത്രി സാങ്ക്യൂ ജോഗുൽ. യെസ് സാർ സഞ്ജയ്. അത്ര ഫോമിലൊന്നും വേണ്ട. എനിക്കൊരു സഹായം ചോദിക്കാനുണ്ട്. എന്തോരം ചോദിക്കാം. നാളെ രാവിലെ 5 മണിക്ക് എല്ലാവരോടും വൈറ്റ് പ്ലം ബ്ലോസം ബോർഡിംഗ് ഹൗസിന്റെ ഫ്രണ്ടിൽ എത്താൻ പറയണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നീ തയ്യാറാക്കി വെക്കുകയും ചെയ്യണം. ഇതെല്ലാം ഞാൻ തയ്യാറാക്കി വേണോ? എന്ത്, നിനക്ക് പറ്റില്ലേ? കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ചെയ്യാം. എന്നാ ശരി, എനിക്കിപ്പോ പോവാം. എന്റെ MC ആണെങ്കിൽ സാങ്ക്യുവിനെ നോക്കി. ഇപ്പോൾ മൗൻഹോ സെറ്റിന് പണമില്ല, ടെക്നിക്കില്ല, ടാലന്റും ഇല്ല. ഇങ്ങനെ സെറ്റ് തകർന്നില്ലെങ്കിൽ അത് വിഷയമുള്ളൂ. പക്ഷേ എനിക്ക് ഈ മൂന്നെണ്ണത്ത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ടാലന്റ്. ഇപ്പോഴത്തെ 3rd ക്ലാസ് ഡിസിബിൾ അത്ര ടാലന്റൊന്നുമല്ല. പക്ഷേ ഏതൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നിന്നല്ലേ. ഇവരെ വളർത്തിയെടുക്കുന്നതാണ് എന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ രാവിലെ എല്ലാവരും ബോർഡിംഗ് ഹൗസിന്റെ ഫ്രണ്ടിലെത്തി. ഏതുതരം ജൂനിയർ അവരുടെ സീനിയേഴ്സിനെ രാവിലെ വരാൻ പറയുന്നത്? നിങ്ങൾക്ക് തോന്നില്ലേ? ഇവന്മാർ മിക്കവാറും രാത്രി ബോർഡിംഗ് ഹൗസിൽ വന്നു കാണില്ല. നിങ്ങൾ പറഞ്ഞ ജൂനിയർ ഞാനാണോ?
എല്ലാവരും എംസിനെ കണ്ടൊന്ന് ഞെട്ടിയിട്ട് അതെ നീ തന്നെ. നീ നിന്റെ ജൂനിയേഴ്സിനെ ആരും ഇവിടെ വരാൻ പറഞ്ഞോ? നിന്റെ ജൂനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചില്ലേ? ഓ മൈ സാങ്ക്യൂസ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ അത്ര മനസ്സിലാക്കിയില്ല. നമുക്ക് അകത്ത് വരുന്ന സംസാരിക്കാം. എല്ലാവരും ഒരു എതിർപ്പുള്ള എല്ലാ സീനിയേഴ്സിനെയും എം സി ആണ് അകത്തേക്ക് കൊണ്ടുപോയി. അന്ന് ബോർഡിംഗ് ഹൗസിലുണ്ടായിരുന്ന സീനിയേഴ്സ് അവരെ ദയോടെ ഒന്ന് നോക്കിയിരുന്നു. ബോർഡിംഗ് ഹൗസ് അത് അനങ്ങുന്നുണ്ടല്ലോ ചെറുതായിട്ട്. എം സി ആണെങ്കിൽ അവരെ എല്ലാവരെയും അടിച്ച് ശരിയാക്കി. എന്നിട്ട് ആ സീനിയേഴ്സ് ആണ് അവിടുന്ന് പേടിച്ച് പുറത്തേക്ക് ഓടി. ഇപ്പം കുറച്ച് ശബ്ദം കുറവുണ്ട്, ഇല്ലെങ്കിൽ നമ്മള് സീനിയേഴ്സിനെ ഓർത്തു. പിന്നെ ഇനി എല്ലാ ദിവസവും ഇവിടെ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാം. അങ്ങനെ നേരം വെളുത്തു. ഇന്ന് ആരും എന്നെ വിളിക്കാൻ വന്നില്ലേ? അവരെല്ലാവരും വൈറ്റ് പെമ്പേഴ്സും ബോർഡിംഗ് ഹൗസിലെ ഉറക്കമായിരിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നു, ഇന്ന് ക്യാമറ വന്നിട്ടില്ലേ അവിടെ? അവരെല്ലാം ഇപ്പോൾ അവരുടെ ചേഞ്ച് റൈറ്റ് ഓഫ് പാസേജ് ചെയ്ത ശേഷം ഉറക്കമായിരിക്കും. ഞാൻ ഇന്ന് അവരെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം. അവരിന്ന് കുറച്ച് കൂടിപ്പോയി. അന്നിട്ട് നമ്മൾ യുവാണെങ്കിൽ ഞെട്ടി നിൽക്കുന്നു. അവിടെയാണെങ്കിൽ സീനിയേഴ്സ് എല്ലാം തളർന്ന് ആവശ്യമായി അവിടെ കിടക്കുന്നു. എല്ലാവരും എന്താ ഇത്ര ബാഡ് കണ്ടീഷനിൽ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? അപ്പോഴാണ് നമ്മുടെ യുവാനെ എല്ലാം ശ്രദ്ധിക്കുന്നത്. അവർ തമ്മിൽ അങ്ങോട്ട് പരസ്പരം നോക്കി. അവരെന്നോട് പറയാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നു. അതും എന്നോട്. യുവാൻ അങ്ങോട്ട് നോക്കിയപ്പം ജോഗുൻ അല്ല, അതല്ല ഇമ്പോർട്ടന്റ്. അവന് പുറകെ നിൽക്കുന്നത് അത് ആ ന്യൂ കമറല്ലേ? അവിടെ നമ്മുടെ എം സി ആണെങ്കിൽ വാളിന്റെ രണ്ട് സൈഡിലും കല്ല് കെട്ടി ഇരുന്നിട്ട് എണ്ണീറ്റിട്ട് പറയുന്നു 10,085.